എല്ലിയാമ്പതിയിലെയും പരിസര പ്രദേശങ്ങളിലെയും നാട്ടുകാർക്കും സഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയങ്കരനായിരുന്നു ചില്ലിക്കൊമ്പൻ എന്ന കാട്ടാന. ഈറത്തണ്ട് പോലുള്ള നേർത്ത കൊമ്പുകളുള്ളതിനാലാണ് അവന് ചില്ലിക്കൊമ്പൻ എന്ന പേര് ലഭിച്ചത്. ജനവാസ മേഖലകളിൽ ഇറങ്ങുമെങ്കിലും നാട്ടുകാർക്ക് ഉപദ്രവകാരിയായിരുന്നില്ല. നിർഭാഗ്യവശാൽ 2026 മെയ് മാസത്തിൽ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന് താഴെ ആളിയാർ ഡാമിന്റെ കനാലിൽ വീണ് അവൻ ചരിഞ്ഞു. പച്ചമുളകിന്റെ ആകൃതിയിലുള്ള നീണ്ടുമെലിഞ്ഞ സവിശേഷമായ കൊമ്പുകളുള്ളതിനാലാണ് അവന് ചില്ലിക്കൊമ്പൻ എന്ന പേര് ലഭിച്ചത്. കാട്ടാനയായിരുന്നിട്ടും മനുഷ്യരോട് വളരെ ശാന്തനായാണ് അവൻ പെരുമാറിയിരുന്നത്. 2 പതിറ്റാണ്ടോളമായി നെല്ലിയാമ്പതിയിലെ ജനവാസ മേഖലകളിൽ സ്ഥിരമായി ഇറങ്ങാറുണ്ടായിരുന്നിട്ടും അവൻ ആരെയും ഉപദ്രവിക്കുകയോ വലിയ നാശനഷ്ടങ്ങൾ വരുത്തുകയോ ചെയ്തിട്ടില്ല. ദിയിലെ ആദിവാസി കോളനികളിലെ വീടുകൾക്ക് സമീപമുള്ള പ്ലാവിൽ നിന്നും മറ്റും വളരെ ശാന്തമായി ചക്കയിട്ട് തിന്നുന്ന ചില്ലിക്കൊമ്പന്റെ വീഡിയോകൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു. അതിനാൽ തന്നെ അവൻ നെല്ലിയാമ്പതിയുടെ കാവൽക്കാരൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കേരളത്തിലെ പാലക്കാട് നെല്ലിയാമ്പതി വനമേഖലയായിരുന്നു അവന്റെ പ്രധാന താവളമെങ്കിലും എല്ലാ വർഷവും സെപ്റ്റംബർ മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിൽ അവൻ തമിഴ്നാട്ടിലെ ആനമലക്കടുവ സങ്കേതത്തിലേക്കും പൊള്ളാച്ചി ഭാഗങ്ങളിലേക്കും 40 കിലോമീറ്ററോളം സഞ്ചരിക്കാറുണ്ടായിരുന്നു. 26 മെയ് 23 ശനിയാഴ്ച വൈകുന്നേരം തമിഴ്നാട് പൊള്ളാച്ചി ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള പറമ്പിക്കുളം ആലിയാർ പ്രോജക്റ്റിന്റെ PAP 20 അടി താഴ്ചയുള്ള കോണ്ടൂർ കനാലിൽ വെള്ളം കുടിക്കാനിറങ്ങിയപ്പോഴാണ് അവന് അപകടം സംഭവിച്ചത്. വീഴുന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ മറ്റൊരു കാട്ടാനയുമായുണ്ടായ ശക്തമായ ഏറ്റുമുട്ടലിൽ ചില്ലിക്കൊമ്പന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പരിക്കുകൾ കാരണം ഭക്ഷണം കഴിക്കാൻ കഴിയാതെ അവൻ ഏറെ തളർന്നിരിക്കുകയായിരുന്നു. ഈ അവസ്ഥയിൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കുന്നതിനിടെ കാൽ വഴുതി കനാലിലെ ശക്തമായ ഒഴുക്കിൽപ്പെടുകയും ശ്വാസം മുട്ടി ചരിഞ്ഞു വീഴുകയുമാണുണ്ടായത്. ഒഴുക്കിൽപ്പെട്ട് 49 കിലോമീറ്റർ അകലെയുള്ള തിരുമൂർത്തി ഡാമിന്റെ ഭാഗത്തേക്ക് ഒഴുകിപ്പോയ ജഡം തമിഴ്നാട് വനം വകുപ്പ് പുറത്തെടുക്കുകയും ഉദുമലൈ വെറ്ററിനറി സംഘത്തിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി സംസ്കരിക്കുകയും ചെയ്തു. ചില്ലിക്കൊമ്പന്റെ വേർപാട് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വനപാലകരിലും ആനപ്രേമികളിലും വലിയ ദുഃഖമാണ് ഉണ്ടാക്കിയത്.